ഈ വർക്കിംഗ് ഡേ തന്നെ ചെയ്യാൻ തീരാത്തതായ ഫയലുകൾ കെട്ടിക്കിടപ്പുണ്ട്. അപ്പോൾ പിന്നെ 2 ദിവസം കൂടെ ചുരുക്കി കഴിഞ്ഞാൽ സാധാരണക്കാരൻ്റെ പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കാൻ കഴിയുന്നത്? ഇപ്പോൾ 10 മുതൽ 5 മണി വരെയാണ് സമയം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ഇപ്പോഴത്തെ ബസ്സിൻ്റെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഈ ഉദ്യോഗാർത്ഥികൾക്ക് നേരത്തെ വരിക എന്ന് പറഞ്ഞാൽ സ്കൂൾ ടൈമും എല്ലാം കൂടെ അത് പ്രായോഗികമാകുമെന്ന് തോന്നുന്നില്ല. ഇപ്പോൾ ഈ പോകുന്നതിന് യാതൊരു കുഴപ്പമില്ലായിരുന്നു. സെക്കൻഡ് സാറ്റർഡേ ഒരു ലീവ് വരുന്നുണ്ട്, സൺഡേ വരുന്നുണ്ട്, പിന്നെ നോർമലിൽ സൺഡേ ഹോളിഡേ കിട്ടുന്നുണ്ട്. ആഴ്ചയിൽ ഇതൊക്കെ തന്നെ അത്യാവശ്യമാണ്. ഇപ്പോൾ ഒരു ഇതിൻ്റെ ഒരു ആവിഷ്കാരത്തിൻ്റെ ആവശ്യമില്ലായിരുന്നു. ഇപ്പോൾ ഈ 6 ദിവസം ഈ ഉദ്യോഗസ്ഥർ പ്രവർത്തനത്തിലുണ്ട്. പലപ്പോഴും പല കാര്യങ്ങൾക്കുമായി നമുക്ക് ഈ സർക്കാർ ഓഫീസുകളിൽ പോകേണ്ടി വരാറുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ സമയബന്ധിതമായിട്ട് നമ്മുടെ ആവശ്യങ്ങൾ അവിടുന്ന് നടപ്പാക്കി കിട്ടാറുണ്ടോ? ശുഷ്കാന്തിയോടെ വർക്ക് ചെയ്യുന്ന രാഷ്ട്രീയ ഭേദമന്യേ ഉള്ള ഉദ്യോഗാർത്ഥികളും നിഷ്പക്ഷമായി നല്ല രീതിയിൽ ജോലി ചെയ്യുന്നുണ്ട്. പക്ഷേ രാഷ്ട്രീയവും യൂണിയൻ തലക്കെട്ടുമൊക്കെ ഉള്ളവർ ചിലപ്പോൾ അവരുടെ സമയത്ത് ചിലപ്പോൾ അവർ പിക്കറ്റിങ്ങിന് പോകും, ധർണയ്ക്ക് പോകും. അപ്പോൾ ആ സമയങ്ങളിലൊക്കെ സാധാരണക്കാരായ അവരുടെ ആവശ്യങ്ങൾ ഉദ്യോഗാർത്ഥികളുടെ മുമ്പിൽ വരുമ്പോഴത്തേക്ക് ആ സീറ്റുകളിലൊന്നും ആളില്ലാത്ത ബുദ്ധിമുട്ടുകൾ സാധാരണക്കാരായ ജനങ്ങൾ അനുഭവിച്ചു വരുന്നൊരു കാര്യമാണ്.